കൺമുന്നിൽ ഒരു അപകടം നടന്നാൽ ആ അപകടം കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കവടിയാറിൽ സംഭവിച്ച അപകടം. ആ വാഹനാപകടത്തിൽ ഒരു യുവതിക്ക് ആ യുവതിയുടെ ജീവൻ നഷ്ടമായി. ആ അപകടം നേരിൽ കണ്ട് വീട്ടിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോയിട്ടുള്ള അന്നത്തെ ദിവസം മുന്നോട്ട് പോയിട്ടുള്ള പലർക്കും ഈ യുവതിയുടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം നടുക്കമുണ്ടായിട്ടുണ്ടാകും. കാരണം ആ വഴി പോയ ആരെങ്കിലും ഒരാൾ ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു എങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടായേനെ. കൺമുന്നിൽ അപകടം വഴിമാറിപ്പോയതിനൊപ്പം വലിയ ഒരു ദുരന്തത്തിന് സാക്ഷിയായതിന്റെ ഷോക്കിൽ കവടിയാർ വാഹനാപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട AR കണ്ണൻ എന്ന ഒരാൾ എഴുതിയ ഒരു കുറിപ്പ്, അദ്ദേഹം പങ്കുവച്ച ഒരു വിവരം, അതാണ് ഈ വാർത്തയ്ക്ക് ആധാരം. കവടിയാർ കുറുവൻകോണം റോഡിലെ ഹീര ഗ്രേസ് ഫ്ളാറ്റിലെ താമസക്കാരനാണ് ഇദ്ദേഹം. സിനിമാ നിർമ്മാതാവാണ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10:20 കഴിഞ്ഞ് ഫ്ളാറ്റിൽ നിന്ന് കുറവൻകോണത്തുള്ള ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കുറവൻകോണത്ത് നിന്നൊരു കാർ വളരെ വേഗത്തിൽ വരുന്നത് കണ്ടത്. പന്തികേട് തോന്നി അദ്ദേഹം കൈ ഉയർത്തി ഡ്രൈവറോട് വേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതിനിടെ കാർ നടപ്പാതയിലേക്ക് ഇരച്ചു കയറി. പെട്ടെന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ട് താൻ വലതുഭാഗത്തേക്ക് ഓടി മാറി. അതേസമയം പുറകിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് പുറകിലൂടെ നടന്നു വന്ന 3 പേർ ചോരയിൽ കുളിച്ച് വീണ് കിടക്കുന്നതാണ് താൻ കണ്ടത് എന്ന് കണ്ണൻ പറയുന്നു. പരിക്കേറ്റ് കിടന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാൾ പോലും വാഹനം നിർത്തിയില്ല. ഏതാണ്ട് 20 മിനിറ്റ് നഷ്ടമായി എന്ന വിവരം പങ്കുവച്ചിരിക്കുന്നത് കണ്ണനാണ്. അതിനിടയിൽ ആരെങ്കിലും ഒരാളെങ്കിലും വണ്ടി നിർത്തി ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് കണ്ണൻ വേദനയോടെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചത് സന്ദീപ് വാചസ്പതിയുടെ കാറിലാണ് എന്ന വിവരവും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. കവടിയാറിൽ കാർ നിയന്ത്രണം വിട്ട് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ നൌഷിദയെ ആശുപത്രിയിൽ എത്തിച്ചത് അതുവഴി വന്ന BJP നേതാവും തിരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്ടെ സ്ഥാനാർത്ഥിയുമായിരുന്ന സന്ദീപ് വാചസ്പതിയുടെ വാഹനത്തിൽ. അനിയന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് സൺ ഹോംസ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ട്രാഫിക് ജാമിൽപ്പെട്ട് കാറിലിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ അപകടത്തെക്കുറിച്ച് അറിയുന്നത്. ഉടൻ സന്ദീപ് അപകട സ്ഥലത്തേക്ക് നടന്നെത്തി. ആ സമയം പെൺകുട്ടി ഉൾപ്പെടെ പരിക്കേറ്റവർ റോഡിൽ കിടക്കുകയായിരുന്നു. പോലീസ് എത്തിയിരുന്നില്ല. അപകടം നടന്ന് അപ്പോൾ തന്നെ 15 മിനിറ്റിൽ കഴിഞ്ഞു. പരിക്കേറ്റവരെ തന്റെ കാറിലേക്ക് കയറ്റാൻ സന്ദീപ് പറഞ്ഞതിനെ തുടർന്ന് നൌഷിദയെ കാറിൽ കയറ്റി വളരെ വേഗത്തിൽ പെൺകുട്ടിയെ തൊട്ടടുത്ത് പട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുരക്ഷാ വേലിയില്ലാത്ത നടപ്പാതയായിരുന്നു. അതിലൂടെ നടക്കുമ്പോഴാണ് കവടിയാറിൽ നവവധു കാറിടിച്ച് മരിച്ചത്. കവടിയാറിൽ നിന്ന് കുറവൻകോണത്തേക്ക് പോകുന്ന റോഡിൽ അപകടം നടന്ന ഭാഗത്ത് ഇരുവശത്തും ഇരുമ്പ് വേലിയില്ല. സുരക്ഷാ വേലി ഉണ്ടായിരുന്നുവെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞേനെ എന്ന് പറയുന്നു. എന്തായാലും അടിയന്തരമായി സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യമൊക്കെ ഉയർന്നിട്ടുണ്ട്. അതൊക്കെ രണ്ടാമത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതൊക്കെ രണ്ടാമത്തെ കാര്യം തന്നെയാണ്. പക്ഷെ ആദ്യം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഈ ആൾക്കാരുടെ ഇടയിൽ എന്ത് വിശ്വസിച്ചാണ് നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ജീവിക്കുക? നാളെ ഈ വാഹനാപകടം കണ്ട് കാണാത്ത മട്ടിൽ പോകുന്നവരുമൊക്കെ ഇതുപോലൊരു സാഹചര്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ, അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവരൊന്നും ചിന്തിക്കാത്തത്? സാധ്യമെങ്കിൽ തങ്ങളുടെ പക്കൽ അതിനുള്ള സൗകര്യമുണ്ട് എങ്കിൽ അവിടെ നിർത്തുക. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നതെന്ന് വെച്ചാൽ ആ യാത്ര അവസാനിപ്പിക്കുക. ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു കുടുംബത്തിനെ ഒരു ജന്മം മുഴുവൻ ദുഃഖത്തിലേക്ക് കടത്തിവിടാതെ അവരെ അവിടെ താങ്ങി നിർത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സാധ്യമായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവിടെ നിർത്തി എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമ്മുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊക്കെ സമാധാനമായിരിക്കാൻ സാധിക്കുക? അയ്യോ, ഞാൻ അന്ന് ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവർ ജീവിച്ചിരുന്നേനെ എന്ന ഒരു ആ ചിന്ത നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ അപകടം കാണുമ്പോൾ അതിന് പ്രതികരിക്കുന്നവരെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആൾ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കൊക്കെ പൈസ കൊടുക്കുന്ന, അതായത് റിവാർഡ് കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനൊരു മാറ്റവുമില്ല. ആർക്കും അതൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ അതിന്റെ പേരിലാണെങ്കിൽ പോലും ആരെങ്കിലും സഹായിക്കുമോ നോക്കിയാൽ അതുമില്ല. ആരും മനുഷ്യത്വമില്ലാത്തവരായി മാറിയിരിക്കുന്നു. വളരെ വേദന തോന്നിയ ഒരു സംഗതി തന്നെയാണ് ഈ വാർത്ത. എന്തായാലും ആ പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇനിയെങ്കിലും നമ്മൾ ആരെങ്കിലും, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ ആരെങ്കിലും ഇതുപോലൊരു അപകടത്തിന് മുന്നിൽ, ഒരു അപകടം കൺമുന്നിൽ കണ്ടാൽ ജസ്റ്റ് അവിടെ ഇറങ്ങുക, എന്താണ് എന്ന് അന്വേഷിക്കുക, കഴിയുന്നത് സാധ്യമാകുന്നത് ചെയ്തു കൊടുക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.